സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ നമ്മുടെ നിരീക്ഷകൻ ചേരുകയാണ്. പ്രേക്ഷകർ ചോദിക്കുന്നു, ദിലീപ് നിരീക്ഷിച്ച് മെലിഞ്ഞു പോയോ എന്ന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. കേരളം കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നറിയാൻ. ഉച്ചയ്ക്ക് 1 മണിക്ക് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിലാണ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. അതൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം മുദ്രവെച്ച കവറിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അത് ആ കവർ പൊട്ടിച്ച് വായിച്ച് അറിയിക്കുക, കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗങ്ങളെ അറിയിക്കുക എന്ന സാങ്കേതിക നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. എതിർപ്പുമായി ചിലരെങ്കിലും എത്തിയേക്കുമോ എന്ന ആകാംക്ഷയും ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഈ 3 നേതാക്കളെയും VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ അനുനയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പ് 3 നേതാക്കളുമായും സംസാരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന ഉറപ്പ് കോൺഗ്രസ് നിയമസഭാ കക്ഷി അംഗങ്ങളിൽ നിന്ന് AICC നേതൃത്വം ആ ഉറപ്പ് വാങ്ങുകയും ചെയ്യും. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻഷിക്ക് പുറമെ കേരളത്തിലേക്ക് എത്തിയ കേന്ദ്ര നിരീക്ഷകരായ ഹൈക്കമാൻഡ് നിരീക്ഷകരായി എത്തിയ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് UDF കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗം ആരെയാണോ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നത് ആ നേതാവിനുള്ള പിന്തുണ പ്രഖ്യാപിക്കലായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ AICC പ്രസിഡന്റ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും കത്തുമായി ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവ് ലോക് ഭവനിലേക്ക് എത്തുക. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള സമയങ്ങളാണ് അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞ നടത്തണം പുതിയ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളത്. എല്ലാ നെല്ലിപ്പലകയും ലംഘിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി തർക്കം പോയിരുന്നു എന്നതും വാസ്തവമാണ്. ഇന്ന് തന്നെ മലയാള മനോരമ ദിനപത്രം അതിൻ്റെ മുഖപ്രസംഗമായി എഴുതിയിട്ടുള്ളത് ബക്കറ്റിൻ്റെ നാടകവും കോൺഗ്രസ് മുഖ്യമന്ത്രിയും എന്നതാണ്. നെല്ലിപ്പലകയും തകർത്ത് തീരുമാനം നീളുമ്പോൾ എന്നാണ് അവർ മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുള്ളത്. ഐറിഷ് നാടകകൃത്തായ സാമുവൽ ബക്കറ്റിൻ്റെ പ്രസിദ്ധ നാടകം ഗോദയെ കാത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. വരാത്ത ഗോദ എന്ന കഥാപാത്രത്തിനുള്ള കാത്തിരിപ്പാണ് ഈ അസംബന്ധ നാടകത്തിൻ്റെ ഇതിവൃത്തം. ബക്കറ്റിൻ്റെ ഗോദയ്ക്ക് പകരം മുഖ്യമന്ത്രി എന്ന കഥാപാത്രത്തെ വെച്ചാൽ കേരളത്തിലും ഡൽഹിയിലുമായി നടക്കുന്ന കോൺഗ്രസ് നാടകത്തിന് വേണ്ടതൊക്കെ ചേരും എന്നാണ് ഈ മുഖപ്രസംഗം മലയാള മനോരമ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ UDFനെ സംബന്ധിച്ച് ഈ മുഖപ്രസംഗം എന്നത് മാത്രമല്ല, UDFന് വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളിലൊക്കെ വലിയ നിരാശയുണ്ടാക്കുന്നതാണ് കഴിഞ്ഞ 10 ദിവസം ഡൽഹിയിലും കേരളത്തിലുമായി ഈ വോട്ടർമാർ കണ്ടിട്ടുള്ള അസംബന്ധ നാടകങ്ങൾ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.